പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ പീച്ചാണ്. പീച്ച് കൊണ്ടൊരു അച്ചാറിടാമെന്ന്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള പീച്ച്. ഇത് യെല്ലോ കളർ പീച്ചാണ്. കടുമാങ്ങയ്ക്ക് അരിയുന്ന പോലെ ഇതുപോലെ അരിയുക. അധികം പഴുക്കാത്തതായിരിക്കും നല്ലത്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അച്ചാറിനുള്ള മറ്റ് ചേരുവകൾ. ഇത് ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചട്ടിക്കകത്ത് ഒഴിച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടി വരുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതാക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിനും പച്ചമുളക് ഒന്ന് മാറട്ടെ. അതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് നമുക്ക് മൂക്കണം. അത് പച്ചമുളക് ഒന്ന് മാറട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ പറ്റി ഇളക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം മൂത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ തീ ഏറ്റവും ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിനകത്ത് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, പിന്നെ വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല. വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ നല്ലെണ്ണയ്ക്കകത്താണ് ചേർത്തിരിക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്തായിട്ട് നമ്മൾ അച്ചാറിട്ടിരിക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്തിടാൻ കാരണം എന്ന് വെച്ചാൽ അച്ചാർ കേടാകാതിരിക്കണമെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ അച്ചാർ റെഡിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് സെർവ് ചെയ്താൽ മതി. താങ്ക് യു.